കേരളത്തെ പിടിച്ചുകുലുക്കിയ കരിക്കിൻവില കൊലപാതകത്തിനെ ആസ്പദമാക്കി ഒരുക്കിയ മദ്രാസിലെ മോഹൻ എന്ന ക്രൈം ഡ്രാമയായിരുന്നു 1982 മോഹൻലാൽ അഭിനയിച്ച ആദ്യ ചിത്രം. വില്ലൻ വേഷങ്ങളിൽ നിന്നും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലേക്കുള്ള മോഹൻലാൽ എന്ന നടന്റെ വളർച്ചയാണ് 1982 കണ്ടത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അഭിനയ ജീവിതത്തിലെ നിർണായക വർഷമായിരുന്നു 1982. KG ജോർജ്, ഭദ്രൻ എന്നീ മാസ്റ്റർ പീസ് സംവിധായകരുടെ ഫ്രെയിമുകളിൽ തെളിഞ്ഞ വർഷം. വില്ലൻ വേഷങ്ങളിൽ നിന്നും ചുവടുമാറിയ കാലഘട്ടം. പിന്നീട് കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷണത്തിലേക്ക് വളർന്ന മോഹൻലാൽ എന്ന നടന്റെ അഭിനയ മികവിന്റെ ആദ്യ സൂചനകൾ ഈ വർഷത്തെ സിനിമകളിൽ വ്യക്തമായിരുന്നു. പിന്നീട് വന്ന കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം യുവതാരമായ മോഹൻലാലിന് പ്രത്യേക ശ്രദ്ധ നേടിക്കൊടുത്തു. എനിക്കും ഒരു ദിവസം എന്ന ചിത്രത്തിൽ നായക വേഷത്തിലെത്തിയ അദ്ദേഹം വികാരങ്ങളും ഹാസ്യവും സ്വാഭാവികമായി കൈകാര്യം ചെയ്യാനുള്ള തന്റെ കഴിവ് പ്രകടമാക്കി. ഭദ്രന്റെ ആദ്യ സംവിധാന സംരംഭമായ എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിൽ ശങ്കറിനൊപ്പം വിനു എന്ന കഥാപാത്രത്തിന്റെ വികാര സംഘർഷങ്ങൾ അനായാസം അവതരിപ്പിച്ച് തന്റെ അഭിനയ വൈവിധ്യം തെളിയിച്ചു. ഞാനൊന്നു പറയട്ടെ, കാളിയമർദ്ദനം, കുറുക്കന്റെ കല്യാണം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ കുടുംബകഥകളും ഹാസ്യവും ആക്ഷനും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നടനാണെന്ന് അദ്ദേഹം തെളിയിച്ചു. അതേസമയം ശ്രീ അയ്യപ്പനും വാവരും പോലെയുള്ള ഭക്തി ചിത്രങ്ങളിലൂടെ അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. ഒരു നായകന്റെ സുരക്ഷിത വഴികൾ മാത്രം തേടാതെ കഥയ്ക്കും കഥാപാത്രത്തിനും പ്രാധാന്യം നൽകുന്ന വ്യത്യസ്ത സിനിമകളും കഥാപാത്രങ്ങളും മമ്മൂട്ടി തിരഞ്ഞെടുത്ത വർഷമായിരുന്നു 1982. പിൽക്കാലത്ത് മലയാള സിനിമയുടെ അഭിനയ പാഠപുസ്തകമായി മാറിയ പല സിനിമകളുടെയും വിത്തുകൾ ഈ കാലഘട്ടത്തിലായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം KG ജോർജിന്റെ മാസ്റ്റർ പീസ് ത്രില്ലറുകളിൽ CI ജേക്കബ് ഈരാളി എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായി മമ്മൂട്ടി എത്തിയ യവനിക എന്ന ചിത്രമാണ്. പോലീസ് വേഷമെങ്കിലും നെടുനീടൻ ഡയലോഗോ ആക്ഷനോ സിനിമയിലില്ല. ഒരു നാടക സംഘത്തിലെ തബലിസ്റ്റായ അയ്യപ്പന്റെ തിരോധാനത്തിലൂടെ മനുഷ്യരുടെ ഇരുണ്ട മുഖങ്ങൾ അനാവരണം ചെയ്ത ചിത്രം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച മിസ്റ്ററി ത്രില്ലറായി ഇന്നും വിലയിരുത്തപ്പെടുന്നു. താരപരിവേഷങ്ങൾക്കപ്പുറം കഥയുടെ ആവശ്യകത മുൻനിർത്തിയുള്ള മമ്മൂട്ടി നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ ഉദാഹരണമായ ഒരു ചിത്രമാണ് TS മോഹന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിധിച്ചതും കൊതിച്ചതും. മമ്മൂട്ടി, മോഹൻലാൽ, സുകുമാരൻ എന്നിവർ ഒന്നിച്ചെത്തിയ പ്രതികാര കഥയായിരുന്നു മറ്റൊരു ചിത്രം ആ ദിവസം. ബാലചന്ദ്രൻ IPS എന്ന കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി തന്റെ പ്രകടനം ഗംഭീരമാക്കി. വാണിജ്യ ഘടകങ്ങളും സാമൂഹ്യ പശ്ചാത്തലവും ചേർന്ന ചിത്രം ചട്ടക്കൂടുകൾക്കപ്പുറമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രം കൂടിയായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ IV ശശിയുടെ സംവിധാനത്തിലെത്തി ഈ ചിത്രം നായകനേക്കാൾ നടനെന്ന തിരിച്ചറിവ് ഉറപ്പിക്കുന്ന മമ്മൂട്ടിയുടെ അഭിനയ യാത്രയുടെ ഭാഗമായിരുന്നു. 1982 മമ്മൂട്ടി തിരഞ്ഞെടുത്ത സിനിമകൾ വെറും അഭിനയ അവസരങ്ങളായിരുന്നില്ല. മിസ്റ്ററി ത്രില്ലർ, ക്രൈം ഡ്രാമ, സാമൂഹ്യ കഥകൾ, വ്യത്യസ്ത കഥാപാത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ വീട്, തടാകം, കോമരം, കേണി, സിന്ദൂര സന്ധിക്ക് മൗനം, ശരവർഷം, പൂവിരിയും പുലരി, പൊന്നും പൂവും, ഒരു തിര പിന്നെയും തിര, എന്തിനോ പൂക്കുന്ന പൂക്കൾ, അങ്ങനെ എല്ലാം പരീക്ഷിക്കാൻ തയ്യാറായ ഒരു നടന്റെ ധൈര്യമായിരുന്നു അത്. പിന്നീട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ പരീക്ഷണങ്ങളെ ഭയക്കാത്ത നടൻ എന്ന മമ്മൂട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് അടിത്തറ പാകിയതിൽ 1982 പ്രത്യേക സ്ഥാനമുണ്ട്. ഒരൊറ്റ ഇമേജിൽ ഒതുങ്ങാതെ വില്ലൻ, നായകൻ, പ്രണയം, ആക്ഷൻ, ഹാസ്യ കഥാപാത്രം തുടങ്ങിയ നിരവധി രൂപങ്ങൾ മോഹൻലാൽ പരീക്ഷ വർഷമായിരുന്നു 1982. മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയുടെ ഭാവി സൂപ്പർ താരങ്ങളായി മാറാനുള്ള അടിത്തറ പാകിയ വർഷം. 1983 മുതലുള്ള ഇരുവരുടെയും ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി വരും എപ്പിസോഡുകളിൽ കാണാം. സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ.